അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞെടുത്തത് കിച്ചണിലെ ഫുഡിൻ്റെ പ്രിപ്പറേഷനായിരുന്നു. കിച്ചണിലെ ഫുഡ് പ്രിപ്പറേഷനൊക്കെ ശേഷം എല്ലാവരും കൂടിയിട്ട് വന്നു കുറേ നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ താരം ഇന്നത്തെ ഫുഡ്. ആസ് യൂഷ്വൽ എല്ലാ ബിരിയാണിക്കും ഞങ്ങൾ ഇവിടെ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും അമ്മയും വലിയമ്മ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, ഐസ്ക്രീം, കേക്ക്, പായസം, അതുപോലെ സാലഡ്, അച്ചാർ, ഇതിൽ തന്നെയാണ്. ഇപ്രാവശ്യം അതിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല, സെയിം മെനു തന്നെയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് വൈന് കഴിച്ചിട്ടുണ്ടായിരുന്നു. വൈൻ കഴിച്ച് കിറിഞ്ഞിരിക്കുന്നവരെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കുറച്ചുകൂടെ അപ്പുറത്ത് ചെല്ലുമ്പം കാണാം. വൈനൊക്കെ കുടിച്ച് നല്ല കിറിങ്ങി ചിരിച്ചും ചിരിക്കാതെയും ഒക്കെ ഉറങ്ങുന്ന നല്ല നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറേ നേരം അവരെയൊക്കെ കളിയാക്കിയും സംസാരിച്ചും ഒക്കെ ടൈം പോയി. അതിനുശേഷം ഞങ്ങൾ ചെറിയൊരു റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അടുത്ത് നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കാൻ വിചാരിച്ചു. അതിലാദ്യം കസേര ചുറ്റിലായിരുന്നു. ദൈവം സഹായിച്ച് ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടായില്ല, സെക്കൻഡ് റൗണ്ടിൽ അതിവിദഗ്ധമായി ഞാൻ ഔട്ടായി. അങ്ങനെ ഏട്ടത്തി ജയിച്ചു. ഏട്ടത്തിക്ക് ചെറുതായിട്ടൊരു ക്യാഷ് പ്രൈസ് അച്ഛൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അത് ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മറ്റേ ദംഷറാസം ഉണ്ടല്ലോ അത് കളിച്ചു. അതിലെല്ലാവരെ കൊണ്ടും കളിപ്പിച്ചു. ചേട്ടനെ കൊണ്ടും മഞ്ചേട്ടനെ കൊണ്ടും ഏട്ടത്തിയെ കൊണ്ടും നാത്തൂനെ കൊണ്ടും എല്ലാവരെ കൊണ്ടും കളിപ്പിച്ചു. ഞാനും കളിച്ചു. ഞാനൊക്കെ കില്ലാടിയായിരുന്നു. ഞാൻ സിനിമാ പേര് എഴുതിയോണ്ട് എനിക്ക് ആൻസർ പറയാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് മാത്രം എനിക്ക് പ്രൈസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ തകർത്തേനെ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അതിനും ഉണ്ടായിരുന്നു പ്രൈസ്. അതും ദൈവക്ക് തന്നെ കിട്ടിയത്. അത് ഞാൻ ചോദിച്ചാലായിട്ട് എത്തുന്ന സാധനം എനിക്ക് തരുമെന്ന്, പക്ഷെ അവൾ തന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ഒരു ലെറ്റർ പറയും, ആ ലെറ്റർ വെച്ചിട്ട് പാട്ട് പാടുക, ഏറ്റവും ലാസ്റ്റ് വരെ നിൽക്കുന്ന ആൾ ജയിക്കും. അങ്ങനെയായിരുന്നു. ഇതിനും അവൾ തന്നെ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗിഫ്റ്റും അവൾക്ക് തന്നെ കിട്ടി. രണ്ടിൽ ഒരെണ്ണം തരാൻ പറഞ്ഞിട്ടുപോലും കേൾക്കാണ്ട് അവൾ കൊണ്ടുപോയി. എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരു കുട്ടി കേക്ക് കൂടെ ഉണ്ടായിരുന്നു. ആ കേക്ക് കൂടെ നമ്മളെ 3 കുട്ടീസിനെ കൊണ്ട് കട്ട് ചെയ്യിച്ച് അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഒഫീഷ്യലി നമ്മളങ്ങ് അവസാനിപ്പിച്ചു. ബട്ട് ഇതൊന്നും കൂടാതെ ഇനി എന്തൊക്കെയാണ് നമുക്ക് സീക്രട്ട് സാന്റ ഗിഫ്റ്റ് കിട്ടിയതെന്ന് അറിയണ്ടേ? അതെല്ലാം വെറൈറ്റി ഐറ്റംസാണ്. അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത പാർട്ടിൽ കാണാം. അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബായ്. പിന്നെ പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.